അസ്സലാമു അലൈക്കും. 4ാം ക്ലാസ്സുകാരെ, സോറി 4 അല്ലല്ലേ, 5ാം ക്ലാസ് എത്തിയാണല്ലേ. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഓർമ്മക്ക് അങ്ങനെയാണ്ട് വിളിച്ചു പോയതാണ്. പിന്നെ നമ്മൾ നയാഖാനൂനായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി നോക്കാം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ പുലിക്കണ്ണിയിൽ നിന്ന് പോകുന്നതൊക്കെ അല്ലേ, അറിഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് സ്പീഡിൽ പോകേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ അവിടുന്ന് പോകുന്നപ്പോൾ വേറെ സ്ഥലത്ത് ജോലിയിലായിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ടതുണ്ട്. അതിനാൽ നിങ്ങളതും എല്ലാം പാടെ നടക്കില്ല. ഇവിടെ ഖത്തീബായിട്ടാണ്. ഖത്തീബാകുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പുതിയ സമരസ്ഥൊക്കെ വന്നിട്ട് ഉഷാറായിട്ട് എടുത്തോളും. മനസ്സിലാവണ്ട, നല്ല സ്പീഡ് പോവേണ്ടതുണ്ട്. മനസ്സിലായോ? ഈ പാടാണെങ്കിൽ സ്പീഡ് പോകലാണ് കുറച്ച് പ്രയാസമാണ്. എന്തായാലും എൻ്റെ പ്രയാസങ്ങൾ നോക്കണ്ട, ഞാൻ കുറച്ച് സ്പീഡിലെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രയാസം ആദ്യം മതി. നമുക്ക് പിന്നെ കുറച്ച് നിങ്ങളെ വിഷയത്തിൽ കുറച്ച് പ്രയാസം സഹിച്ചാലും നമുക്ക് പ്രശ്നമില്ല. മനസ്സിലാവുണ്ടല്ലോ. എന്നായിക്കോട്ടെ, എന്നാൽ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ എവിടെ എത്തിയിരുന്നടോ? എനിക്ക് ഓർമ്മ ഉണ്ടാകുന്നറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് എന്ത് ചെയ്ത് ഈ ഉസ്താദ് മങ്കു കോടതിയിലെ 2 ജഡ്ജിമാരെ എന്ത് ചെയ്തു, അവൻ്റെ കുതിരവണ്ടിയിൽ അവരെ കയറ്റി ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ അവരെ തിന്ന് എന്തോ ഒരു വാക്ക് കിട്ടി, പുതിയ നിയമം വരുന്നുണ്ട് അങ്ങനെ എന്തോന്ന് കിട്ടി. അതോടുകൂടെ പിന്നെ മൂപ്പര് ഫുള്ള് അതന്നെയായി, പുതിയ നിയമം വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിക്കാൻ തുടങ്ങി എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത്. നമുക്കറിയോ, മനസ്സിലായോ? ഇന്ത്യയുടെ പഴയ നിയമങ്ങളൊക്കെ മാറിയിട്ട്, പഴയ നിയമങ്ങളൊക്കെ മാറിയിട്ട് ഇനി ഒരു പുതിയ നിയമം വരികയാണ് അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഉസ്താദ് മങ്കുവിന് അതിലില്ലാത്ത സന്തോഷമായി. അതായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. മനസ്സിലായോ? ഇനി എന്നാൽ അതിൻ്റെ ബാക്കി. वो मराठी जो कचहरी में अपने दीवानी मुकदमे के सिलसिले में आए थे, घर जाते हुए ജദീദ് ആയിൻ യാനി ഇന്ത്യ ആക്ട് കെ ബാരെ മേ. ഇനി അവിടെ ഇന്ത്യ ഇക്കട്ട് എന്നൊന്നും വായിക്കണ്ട. ഇന്ത്യ ആക്ട് के बारे में आपस में बातचीत कर रहे थे. सुना है 1 अप्रैल से हिंदुस्तान में नया कानून चलेगा. क्या हर चीज़ बदल जाएंगी? हर चीज़ तो नहीं बदल जाएंगी, मगर कहते हैं कि बहुत कुछ बदल जाएगा और हिंदुस्तान को आज़ादी मिल जाएगी. क्या ब्याज के मुतालिक भी कोई नया कानून पास होगा? उन मराठियों की बातचीत उस्ताद मंगू के दिल में नाकाबिल बयान खुशी पैदा कर रही थी. वो अपनी घोड़े को हमेशा गालियाँ देता था और चाबुक से बहुत बुरी तरह पेटा करता था, मगर उस रोज़ वो बार बार पीछे मड़कर मराठियों की तरफ देखता और अपनी बढ़ी हुई मूंछों के बाल एक अंगुली से बड़ी सिपाही के साथ ऊंचे करके घोड़ी की पेट पर बागें टाली करते हुए बड़े प्यारे से कहता, चल बेटा, दरा हवा से बातें करके दिखा दे. मराठियों को उनके ठिकाने पहुंचाकर उसने अनारकली में दीनव हलवाई की दुकान पर आधा सेर दही की लस्सी पीकर बड़ी डकार ली और मूंछों को मुंह में दबाकर उनको चोसते हुए ऐसा ही बुलंद आवाज़ में कहा, हद तेरी ऐसी की तेसी. അല്ല, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഹത്തേരി ഐസി കി തേസി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വല്ല പിടുത്തം കിട്ടിയോ? ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കിട്ടൂല. നോക്കി. वो मराठी जो कचहरे में अपने दीवानी मुकदमे के सिलसिले में आए थे. वो मराठी, ആ മറാഠികൾ, മറാഠി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ആരെ കണ്ടിരുന്നു? 2 എന്താണ്
കോടതിയിലുള്ള ആൾക്കാർക്ക് എന്താ പറയുക, ജഡ്ജിമാരെ കണ്ടിരുന്നു. അവർ എന്താണ്, മറാഠക്കാരായിരുന്നു. ജോ കച്ചേരേമേ അപ്പിനെ ദീവാനെ മുക്കദ്ദമേക്കെ, ജോ എങ്ങനത്തെവരാണ്, കച്ചേരേമേ കോടതിയിൽ, അപ്പിനെ തൻ്റെ, ദീവാനി മുക്കദ്ദമേക്കെ, ദീവാനി എന്ന് പറഞ്ഞാൽ എന്താ, ദീവാനി പറഞ്ഞാൽ സിവിൽ കേസിനാണ് ദീവാനി മുക്കദ്ദമ എന്ന് പറയാം, സിവിൽ കേസ്. സിൽസിലേമേ ആയത്തെ, അതിൻ്റെ തുടർച്ച എന്നോണം വന്നതായിരുന്നു. ഒരു കേസാണെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ തുടർന്ന് പോകില്ല. അപ്പോൾ ഈ സിവിൽ കേസിൻ്റെ തുടർച്ച എന്നോണം വന്നതായിരുന്നു. ഘർ ജായേ ഹുയെ ജദീദ് ആയിൻ യൈനി, ഘർ ജായേ ഹുയെ ജദീദ് ആയിൻ യൈനി ഇന്ത്യ ആക്ട് കെ ബാരെ മേ ആപ്പസ് മേ ബാത്ചീത് കർ രഹേ തെ. അഥവാ വീട്ടിലേക്ക് പോണ സമയത്ത് ജദീദ് ആയിൻ, പുതിയ നിയമം. ആയിൻ എന്ന് പറഞ്ഞാൽ ഭരണഘടന, പുതിയ ഭരണഘടന. യൈനി അതായത് ഇന്ത്യ ആക്ട് കെ ബാരമേ, ഇന്ത്യൻ ആക്ട്, ഇന്ത്യൻ നിയമം, അതിനെക്കുറിച്ച്, ബാരമേ അതിനെക്കുറിച്ച്, ആപ്പസ്മേ പരസ്പരം, ബാത്ചീത് കർ രഹേ തെ പരസ്പരം എന്ത് ചെയ്യുമായിരുന്നു, ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. മനസ്സിലാവണ്ട, അവർ കോടതിയിൽ നിന്നും അവരുടെ സിവിൽ കേസിൻ്റെ തുടർച്ച എന്നോണം എന്ത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ ഇന്ത്യയിൽ വരാൻ പോകുന്ന പുതിയ നിയമത്തെക്കുറിച്ച് അവർ പരസ്പരം എന്ത് ചെയ്തതാണ്, സംസാരിച്ചതാണ്. നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടല്ലോ. സുനാഹെ പഹ്ലി ഏപ്രിൽ സെ ഹിന്ദുസ്ഥാൻ മേ നയാ കാനൂൻ ചലേഗ. കേൾക്കൂ, എന്ത് സുനാഹെ, കേൾക്കുന്നുണ്ട്. പഹ്ലെ ഏപ്രിൽ സെ, ഒരു പറഞ്ഞ സംഭവമാണ്, ഒരു എന്തൊക്കെ പറഞ്ഞിരുന്നു എന്താണ് പറയണേ. സുനാഹെ കേൾക്കുന്നുണ്ട്. പഹ്ലി ഏപ്രിൽ സെ, ഏപ്രിൽ ആദ്യത്തിൽ തന്നെ, ഹിന്ദുസ്ഥാൻ മേ ഇന്ത്യയിൽ, നയാ കാനൂൻ ചലേഗ, ഇന്ത്യയിൽ എന്ത് ചെയ്യും, പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ചലേഗ പറഞ്ഞാൽ നടപ്പിലാകും എന്ന് പറഞ്ഞാൽ പ്രാബല്യത്തിൽ വരും. ക്യാ ഹർ ചീസ് ബദൽ ജായെങ്കി. അപ്പോൾ മറ്റാൾ ചോദിച്ചാണ് എല്ലാതും മാറി മറിയോന്ന്, എല്ലാ വസ്തുക്കളും മാറി മറിയോ. ഹർ ചീസ് തോ നഹി, എല്ലാതും മാറുന്നില്ല. ബദലെങ്കി, എല്ലാം മാറുന്നില്ല. മഗർ കഹത്തെ ഹൈ, പക്ഷെ പറയപ്പെടുന്നു, എന്തെന്നാൽ ബഹുത്ത് കുച്ച് ബദൽ ജായെങ്കി, ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്യും, മാറിപ്പോകുന്നു, മാറാൻ സാധ്യത ഉണ്ടെന്ന്. ഔർ ഹിന്ദുസ്ഥാനിയോക്കോ ആസാദി മിൽ ജായെങ്കി, ഇന്ത്യയിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്ത് കിട്ടും, സ്വാതന്ത്ര്യം കിട്ടും എന്നും എന്ത് ചെയ്യേണ്ടത് പറയപ്പെടുന്നുണ്ട്. മനസ്സിലാവണ്ട, നിങ്ങൾ കൂടെ ഉണ്ടല്ലോ അല്ലേ, കൂടെ വരാതെ ഇത് മനസ്സിലാവില്ല കേട്ടാ, ശരിക്കും കൂടെ വന്നാലേ ഇത് കിട്ടുള്ളൂ. ഇനി അടുത്തത്, ക്യാ ബ്യാജ് കെ മുതാലിക് ബി കോയി നയാ കാനൂൻ പാസ് ഹോഗ. അല്ല, ബ്യാജ്, ബ്യാജ് പറഞ്ഞെന്താ ആർക്കെങ്കിലും അറിയോ? ബ്യാജ് എന്ന് പറഞ്ഞാൽ പലിശ. ഞാൻ ബയാജി എന്നൊന്നും വായിക്കണ്ട, കണ്ട ബയാജി എന്ന് വായിക്കും. അല്ല, ബ്യാജ് കെ മുതാലിക്, പലിശയുമായി ബന്ധപ്പെട്ട്, കോയി നയാ കാനൂൻ പാസ് ഹോഗ, എന്തെങ്കിലും പുതിയ നിയമം വരുമോ, പാസ്സാവുമോ? ഉൻ മറാഠിയോ കി ബാത്ചീത് ഉസ്താദ് മംഗു കെ ദിൽ മേ നാഖാബിൽ ബയാൻ ഖുഷി പൈദാ കർ രഹി തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവരുടെ സംസാരം. മേലെ പറഞ്ഞു എന്ത്, ഇന്ത്യയിൽ ഏപ്രിൽ ആദ്യത്തിൽ പുതിയ നിയമം വരും. എല്ലാ വസ്തുക്കളും മാറുമോ, എല്ലാ നിയമങ്ങളും മാറുമോ? അധികവും മാറും. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, അധികമൊന്നും മാറില്ല, കുറച്ചൊക്കെ മാറും. പിന്നെ ഇന്ത്യക്ക് എന്ത് ചെയ്യും, സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ ചോദിക്കാണ്, പലിശയോടുമായി ബന്ധപ്പെട്ട് വല്ല പുതിയ നിയമവും വരുമോ? അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ ചോദിക്കുകയാണ്. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ഉൻ മറാഠിയോ കി ബാത് ചീത്ത്, ആ മറാഠക്കാരുടെ ബാത് ചീത്ത്, സംസാരം. നമുക്ക് പ്രയാസമില്ലല്ലോ, ഞാൻ സ്പീഡ് പോണതിൽ നമ്മളെ അവസ്ഥ എങ്ങനെ ആയിട്ടാട്ടാ. അതല്ലാതെ നിങ്ങളെ ഒന്നും വിചാരിക്കരുത്, ശരിക്കും മനസ്സിലായി പോകണമെന്നാണ് എൻ്റെ ഒക്കെ ആഗ്രഹം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്ത് ഒറ്റതായാൽ ഇനി എടുക്കണ ഉസ്താദന്മാർക്കും പ്രയാസമാവും. കാരണം ഇത് ഭയങ്കര ടൈറ്റാണെന്ന് പറഞ്ഞാൽ ടൈറ്റാണ്. ഞങ്ങളെ പേടിപ്പിക്കുകയല്ല, നിങ്ങളെ സിലബസിൽ എന്നല്ല, നിങ്ങളെ സിലബസിൽ ഏറ്റവും ടൈറ്റുള്ള ഇതാണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഉസ്താദന്മാർ മാറിയാൽ തന്നെ ആ ഉസ്താദന്മാർക്കും കുറച്ച് പ്രയാസം ഉണ്ടാവും. മനസ്സിലാവണ്ട, ഞാൻ തന്നെ സ്പീഡിലാക്കിയെടുത്താൽ നമുക്കും പ്രയാസം തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് കഴിഞ്ഞ വർഷത്തെ പരിചയം ഉണ്ട്. അത്ര ദമ്മായിട്ട് ഉഷാറാവണമെന്നൊന്നും പറയല്ല, കഴിഞ്ഞ വർഷത്തെ പരിചയം ഉണ്ടല്ലോ, അതുകൊണ്ട് പറയണം.
അപ്പോൾ ഏതായാലും ഇവിടെ 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 ഉൻ മറാഠിയോ കി ബാത്ചീത്, ഈ ആ മറാഠക്കാരുടെ സംസാരം ഉസ്താദ് മംഗു കെ ദിൽമേ, ഉസ്താദ് മംഗുവിൻ്റെ ഹൃദയത്തിൽ നാഖാബിൽ, നാഖാബിൽ എന്ന് പറഞ്ഞാൽ എന്ത്, ബയാൻ, എന്ത്, സ്വീകാര്യമല്ലാത്ത അഥവാ സ്വീകരിക്കാൻ പറ്റാത്തത്രം ബയാൻ ഖുഷ് പൈദാ കർ രഹി തി, സന്തോഷം എന്ത് ചെയ്തിരുന്നു, ബയാൻ വിവരണാതീതമായി എന്നൊക്കെ പറയില്ല, അത്രയും ഉഷാറായിട്ട് എന്ത് ചെയ്തിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. ഓ അപ്പിന്നെ ഗോഡേക്കോ, അവൻ തൻ്റെ കുതിരയെ ഹമേശ എല്ലാ ഇപ്പോഴും ഗാലിയാൻ തേത്താത്ത, ചീത്ത പറഞ്ഞിരുന്നു. മനസ്സിലാണ്ടാ, ഇപ്പോഴും ഇങ്ങനെ കുതിരനെ ചീത്ത പറയും ആര്, ഉസ്താദ് മംഗു. അവർ ചാബുക്ക്, ചാബുക്ക് എന്ന് പറഞ്ഞാൽ ചാട്ടവാർ, ചാട്ടവാറിനാണ് ചാബുക്ക് എന്ന് പറയുന്നത്. ഈ ചാട്ടവാർ കൊണ്ട് ബഹുത്ത് ബുരി തൊറാൻ, വളരെയധികം മോശമായിട്ട് പേട്ട കർത്താത്ത, നല്ല അടി കൊടുത്തിരുന്നു. മഗർ പക്ഷേ ഇസ് റോസ് ഓ ബാർ ബാർ പീച്ചെ മട്കർ മറാഠിയോ കി തൊറഫ് ദേഖ്താ. പക്ഷേ ആ ദിവസങ്ങളിലൊക്കെ ബാർ ബാർ ഒരുപാട് പ്രാവശ്യം പീച്ചെ മട്കർ പിന്നിലോട്ട് തിരിഞ്ഞിട്ട് മറാഠിയോ കി തൊറഫ്, ഈ മറാഠക്കാരുടെ ഭാഗത്തേക്ക് ദേഖ്ത, അവൻ എന്ത് ചെയ്തിരുന്നു, ഇങ്ങനെ നോക്കിയിരുന്നു, ഇവരെന്താ പറയുന്നത്, ഇവരെന്താ സംസാരിക്കുന്നത് എന്നുള്ള വിഷയം ഇവനിങ്ങനെ അവരിലേക്ക് നോക്കിയിരുന്നു എന്ന്. മനസ്സിലാണ്ടാ. അവർ അപ്പിനി ബഡി ഹുയി, തൻ്റെ വലിയ മൂഞ്ചോങ്കെ ബാൽ, മീശയുടെ മുടി ഉണ്ടാവുമല്ലോ, അഥവാ മീശ ഉണ്ടല്ലോ, മീശയുടെ മുടിയല്ല, എന്ത് മീശ ബാൽ ഏക്ക് ഉംഗ്ലീസെ, ഒരു വിരൽ കൊണ്ട്, ഉംഗ്ലി എന്ന് പറഞ്ഞാൽ വിരൽ, ഒരു വിരൽ കൊണ്ട് ബഡി സിഫായിക്കെ സാത്ത്, വലിയൊരു മറ്റേ സിപ്പായിനെ പോലെ, ഉണ്ടാ, വലിയ പട്ടാളക്കാരനെ പോലെ. സിപ്പായി എന്ന് പറഞ്ഞാൽ സിപ്പായിയെ പോലെ, സിപ്പായി എന്ന് പറഞ്ഞാൽ സിപ്പായിയെ പോലെ, അത് മറ്റേ പട്ടാളക്കാരൻ മറ്റേ സിപ്പായി ആട്ടോ, ഇത് സിപ്പായിയെ പോലെ, ഒരു സിപ്പായി എന്ന് അറിയില്ല, സിപ്പായിയെ പോലെ. ഊഞ്ചേക്കർ, എന്ത് ഊഞ്ചേക്കർ എന്ന് പറഞ്ഞാൽ, ഊഞ്ച എന്ന് പറഞ്ഞാൽ ഉയരത്തിലേക്കാണ്, മേലേക്ക് ഇങ്ങനെ പിരിക്കൂലേ, ഉയരത്തിലേക്കാക്കിയിട്ട് കോടേക്ക് പേട്ടിപ്പർ, ഈ കുതിരയുടെ പുറത്ത് ഭാഗ്യൻ ടാലി കർത്തേത്തെ, ഭാഗ്യൻ ടാലി എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണ് ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നു, ഭാഗ്യൻ ടാൽ എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണ് ഇങ്ങനെ വിടുക. മനസ്സിലാവണ്ട മക്കളെ, കുട്ടികളെ, മനസ്സിലാവണില്ലേ, ശ്രദ്ധിക്കട്ടാ. എവിടെ ബഡേ പ്യാരിസെ കഹത്ത, വളരെയധികം സ്നേഹത്തോടെ പറഞ്ഞിരുന്നു, ചൽ ബേട്ട ദറാ ഹവാസെ ബാത്തേം കർത്തെ, വളരെയധികം പിന്നെ ചൽ ബേട്ട മോനെ, ഇങ്ങനെ പോയിക്കൂട് മോനെ, ആരോട്, നമ്മളെ കുതിരനോട് ഇങ്ങനെ പറയണം, പോകും മോനെ. പിന്നെ ദറാ കുറച്ച് ഹവാസെ ബാത്തേം കർക്കെ ദിക്കാതെ, കുറച്ച് ചൂടോടെ എന്ത് ചെയ്യണം, കാര്യങ്ങൾ കാണിച്ചു കാട്ടുന്നത്, കുറച്ച് സ്പീഡിൽ പോകാൻ നോക്കുകയാണ്. മനസ്സിലാവണ്ട, നമ്മളിപ്പോൾ അതിങ്ങനെ കുതിരനെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയില്ല, ചില ആൾക്കാരൊക്കെ വണ്ടി വിടുമ്പോൾ ഉണ്ടാവില്ല ഇങ്ങനെ ഓരോന്ന് പറയുന്നു, വല്ല മൃഗങ്ങളൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമല്ലോ, അതേ ഒരു ഇതാണെന്ന് മനസ്സിലാക്കിയാണ്. പിന്നെ മറാഠിയോക്കോ ഉൻകെ ഠിക്കാനെ പഹുഞ്ചാക്കർ, മറാഠക്കാരെ അവരുടെ ഠിക്കാന എന്ന് പറഞ്ഞാൽ വാസസ്ഥലം, ഠിക്കാന വാസസ്ഥലം, ഠിക്കാനെ പഹുഞ്ചിക്കർ, വാസസ്ഥലത്ത് എന്ത് ചെയ്തിട്ട്, ഇവിടെ പഹുഞ്ചാക്കർ, അവിടെ എത്തിച്ചിട്ട്, ഉസ്നെ അനാർക്കലിനെ, അനാർക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്, അനാർക്കലി എന്താ, അനാർക്കലി പറഞ്ഞാൽ ചിലവരൊക്കെ ചിരിക്കുന്നുണ്ട് അല്ലേ, ഇത് ഫിലിമിൻ്റെ പേരാ തോന്നുന്നു അല്ലേ, ചില ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അനാർക്കലി എന്ന് പറയുമ്പോൾ. എന്തായാലും ഫിലിമിൻ്റെ പേരാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഫിലിമിൻ്റെ പേരല്ല, ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അനാർക്കലി എന്ന് പറഞ്ഞാൽ. ഇവിടെ अनारकली में ദീനവ് ഹൽവായിക്ക് ദുക്കാൻ പേ, അങ്ങനെ
അനാർക്കലിയിലെത്തിച്ച് ദീനവ് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്. ഹൽവായി എന്ന് പറഞ്ഞാൽ മധുരം അഥവാ മിഠായി വിൽപ്പനക്കാരൻ. ദീനവ് എന്ന മിഠായി വിൽപ്പനക്കാരൻ്റെ ദുക്കാൻ പർ കടയുടെ മേൽ ആധാ സേർ 40 മൈൽ ദഹിക്ക് ലസ്സി പീക്കർ. ദഹിക്ക് 40 മില്ലി ദഹിക്ക്. ദഹി എന്ന് പറഞ്ഞാൽ തൈരിനാണ് ദഹി എന്ന് പറയാം. ദഹിക്ക് തൈരിൻ്റെ ലസ്സി പീക്കർ. ലസ്സി എന്ന് പറഞ്ഞാൽ തൈരിൽ ഐസ് ചേർത്തുണ്ടാക്കുന്ന ഒരു പാനീയത്തിനാണ് ഈ ലസ്സി എന്ന് പറയാം. അപ്പോൾ ദഹിക്ക് ലസ്സി എന്ന് പറഞ്ഞാൽ തൈരിൽ ഐസ് ചേർത്തുണ്ടാക്കുന്ന പാനീയം. പീക്കർ കുടിച്ചിട്ട് ഏക്ക് ബഡി ടഖാർലി ഒരു വലിയ ഏമ്പക്കം വിട്ടുപോകുന്നു. മനസ്സിലാവേണ്ട മക്കളെ, കുറച്ച് പ്രയാസമാണ്. ടഖാർലി എന്ന് പറഞ്ഞാൽ ഏമ്പക്കം വിട്ടു. അവർ മൂഞ്ചോങ്കോ മുഹമ്മെ ദബാക്കർ. മൂഞ്ചോങ്കോ മീശകളെ മുഹമ്മെ മുഖത്ത് ദബാക്കർ അമർത്തിയിട്ട് ഉൻകോ ചൂസ്തേ ഹുയെ ഐസേ ഹി ബുലന്ദ് ആവാസ് മേ കഹാ. ഉൻകോ അവകളെ ചൂസ്തേ ഹുയെ ആ ഐസ്ക്രീം ഉണ്ടല്ലോ അതിനെങ്ങനെ നക്കിയെടുത്തിട്ട് ഐസേ ഹി ആവാസ് മേ കഹാ ഇങ്ങനത്തെ ശബ്ദത്തിൽ പറഞ്ഞു. ബഹുത്ത് തേരി ഐസി കി തേസി. അങ്ങനെ പറഞ്ഞെന്താ? ബഹുത്ത് തേരി ഐസി കി തേസി ഒരു പ്രയോഗമാണ്. മനസ്സിലാവണ്ട? പിന്നെ ദേഷ്യം അതുപോലെ തന്നെ അത്ഭുതമൊക്കെ വരുമ്പോൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് എന്ത്? എന്തടാ? ബഹുത്ത് തേരി ഐസി കി തേസി എന്നുള്ളത് മനസ്സിലാവണില്ലേ? മനസ്സിലാവണ്ടാ? ഇല്ലേ? ഇല്ലടാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഒരു അര പേജായി. ബാക്കി ഇൻഷാ അല്ലാഹ് ഒന്നൊരു പീരീഡും പാടില്ലെന്ന് അതിലെടുത്താൽ മതിയോ? അതല്ലെങ്കിൽ എന്നാൽ ആ പാരഗ്രാഫും പാടാൻ നോക്കി. ആ പാരഗ്രാഫും പാടാൻ നോക്കാം. എന്നിട്ട് അടുത്ത പീരീഡ് നമുക്ക് കുറച്ചെടുക്കാം. ഇത് കുറച്ച് തോന്നെടുത്തുകൊണ്ട് അടുത്ത് നമുക്ക് കുറച്ചെടുക്കാം. എന്നായിക്കോട്ടെ, അടുത്ത പാരഗ്രാഫ് നോക്കി. ഇത് വായിച്ചിട്ടില്ല, ആ നേരെ അർത്ഥം വെക്കണം. ഷാം കോ വൈകുന്നേരം ജബ് എപ്പോഴാണ് വോ അഡ്ഡേക്കോ ലൂട്ടാത്തോ അഡ്ഡയിലെത്തിയത് അഥവാ താവളത്തിലെത്തിയത്. തോ അപ്പോൾ ഖിലാഫ് മഅമൂൽ എന്ന് പറഞ്ഞാൽ അസാധാരണമായി എന്നറിയില്ല, അസാധാരണയായി. ഉസേ വഹാ അപ്നി ജാൻ പഹ്ചാ का कोई आदमी न मिल सका. उसे അവൻക്ക് വഹാ അവിടത്തിൽ അപ്പിനി തൻ്റെ ജാൻ പഹ്ചാൻ എന്ന് പറഞ്ഞാൽ ജീവൻ അറിയുന്നതിനാൽ നമ്മളെ സ്വന്തം അറിയുന്ന കോയി ആദമി നെ മിൽ സക്ക ഒരാളും കണ്ടില്ല. വൈകുന്നേരമായി ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ലാസ്റ്റ് വൈകുന്നേരമായി. അങ്ങനെ താവളത്തിലെത്തിയപ്പോൾ ഓനെ പരിചയമുള്ള ആരുമില്ല അവിടെ. എല്ലാവരും വേറെ കൊടുക്കാൻ പോയിട്ടുണ്ട്. ദേക്ക് കർ ഇത് കണ്ടിട്ട് ഉസ്കെ സീനേമേ അവൻ്റെ ഹൃദയത്തിൽ ഏക്ക് അജീബ ഒരീബ് തൂഫാൻ ബർപ്പാ ഹോഗയ. അവൻ്റെ ആരും കാണാതായപ്പോഴേ ഓൻ്റെ ഹൃദയത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ബർഫാ ഹോഗയ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. മനസ്സിലാവുണ്ടോ? നീ ആജ് ഇന്ന് ഓ ഏക്ക് അവനൊരു ബഡി ഖബർ അപ്പിനെ ഒരു വലിയ കാര്യം അപ്പിനെ ദോസ്തോങ്കോ സുനാനെ വാലാത്ത. ഇന്ന് ഓന് ഒരു വലിയ കാര്യം തൻ്റെ സഹോദരന്മാരോട് കൂട്ടുകാരന്മാരോട് പറയാൻ നിൽക്കുകയായിരുന്നു. എങ്ങനെ? എന്താ കാര്യം? എന്താണ്? ഇപ്പോൾ മേലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തൻ്റെ കൂട്ടുകാരന്മാരോട് ഇങ്ങനെ പറയാൻ നിൽക്കുകയായിരുന്നു. ബഹുത്ത് ബഡിയ ഖബർ ഒരു ഏറ്റവും വലിയ സംസാരം. ഔർ ഉസ് ഖബർ കോ അപ്നെ അന്തർ സെ ആ സംസാരത്തെ തൻ്റെ ഉള്ളിൽ നിന്നും ബാഹർ നിക്കലിനെ കേലിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഓ സഖ്ത് അവൻ ശക്തമായിട്ടും അവന് വളരെ പ്രയാസത്തിൽ ബേച്ചൈൻത എന്തായിരുന്നു? വളരെയധികം അസ്വസ്ഥനായിരുന്നു. ലേക്കിൻ പക്ഷേ വഹാം കോയിത്ത ഹി നഹി ഓൻ വളരെയധികം ഇങ്ങനെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവരോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. എന്താ കാര്യങ്ങളെന്താ? ആ തൻ്റെ കുതിരയിൽ വണ്ടിയിൽ നിന്നും മറാഠക്കാരായിട്ടുള്ള
രണ്ട് കച്ചേരി എന്താണ് കോടതിക്കാരെ കിട്ടിയല്ലോ, രണ്ട് ജഡ്ജിമാരെ, അവരിൽ നിന്ന് കിട്ടിയ ആ സംസാരം നല്ല ആവേശത്തോടെ സന്തോഷത്തോടെ തൻ്റെ അഡയിൽ വന്നിട്ട്, അഡ എന്ന് പറഞ്ഞാൽ തൻ്റെ താവളത്തിൽ വന്നിട്ട് തൻ്റെ കൂട്ടുകാരോട് പറയാനുള്ള ആ ഉത്സാഹത്തിൽ വന്നതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവനക്ക് ആകെ നിരാശയാണ് കണ്ടത്. അവിടെ ഓനെ അറിയണ ആരുമില്ല. മനസ്സിലാവണ്ട, ഉസ്താദ് മങ്കുവിനെ അറിയണ ആരുമില്ല. മനസ്സിലായോ? മനസ്സിലാവണില്ലേ? എന്നാൽ അവിടെ നോട്ടെ, അരപ്പേജിലധികമായി. എന്നായിക്കോട്ടെ, നമുക്ക് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അർത്ഥങ്ങളൊക്കെ പറയാം. ബേച്ചൈൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥൻ. പിന്നെ തൂഫാൻ ബർപ്പ ഹോഗയ പറഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാവുക. സീന പറഞ്ഞാൽ ഹൃദയം. പിന്നെ മറ്റേ ഒരു പ്രയോഗം ഹത് തേരി ഐസിക്ക് തേസി, അതിൻ്റെ അറിയില്ലേ? ഒരു പ്രയോഗമാണ്, ദേഷ്യവും അതുപോലെ തന്നെ അത്ഭുതം പിന്നെ ഒക്കെ വരുമ്പോൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗത്തിനാണ് ഹത് തേരി ഐസിക്ക് തേസി എന്നുള്ള പ്രയോഗം. പിന്നെ ഏതായാലും അനാർക്കലി സ്ഥലത്തിൻ്റെ പേരാണ്. പിന്നെ ദഹിക്ക് ലസ്സി പീക്കർ. ദഹി എന്ന് പറഞ്ഞാൽ തൈരിൻ്റെ, ലസ്സി എന്ന് പറഞ്ഞാൽ ഐസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം, ഐസ് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പാനീയം, ലസ്സി. പിന്നെ ടിക്കാർലി എന്ന് പറഞ്ഞാൽ ഏമ്പക്കം വിടുക, ടിക്കാർലി ഏമ്പക്കം വിട്ട്. ചൂസ്തേ ഹുയ എന്ന് പറഞ്ഞാൽ നക്കി തുടക്കുക. പിന്നെ നാക്കാബിൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യോഗ്യമല്ലാത്ത. പിന്നെന്താ പീച്ചെ മട്കർ എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്ത് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയിട്ട്. മൂഞ്ചി പറഞ്ഞാൽ എന്താ അറിയില്ലേ? മീശക്കാണ് മൂഞ്ചി എന്നറിയാം. അങ്കിളി പറഞ്ഞാൽ വിരൽ. ഭാഗ്യൻ ടാലി കർത്തേത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? കടിഞ്ഞാൺ വിടുക. പിന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ മുഖദ്ദിമയ്ക്ക് സിൽസില, ദീവാനി മുഖദ്ദിമ പറഞ്ഞാൽ എന്താ സിവിൽ കേസ്, സിൽസില പറഞ്ഞാൽ അതിൻ്റെ തുടർച്ച. ബദൽ ജാന മാറുക. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യാജി പറഞ്ഞാൽ പലിശ. ഈ ഇപ്പോൾ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ അർത്ഥങ്ങളൊക്കെ ശരിക്കും ഉഷാറായിട്ട് പഠിക്കുക. മനസ്സിലുണ്ടാ? കുറച്ച് ടൈറ്റാണ്, എന്ത് ചെയ്യുക, ഉഷാറായിട്ട് നോക്കി വരിക കേട്ടോ. അപ്പോൾ ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിന് പറഞ്ഞാൽ ഇന്ന് രണ്ടാമത്തെ ഒരു പീരീഡും പാടുണ്ടല്ലോ, ആ പീരീഡിൽ നമുക്ക് എടുക്കട്ടോ. എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.